ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2007 റിലീസ് ചെയ്ത ഹാലം ഫോയ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായകനായിട്ടുള്ള ഹാലമിനെയാണ് കാണിക്കുന്നത്. അവൻ തൻ്റെ ട്രീ ഹൗസിലിരുന്ന് താഴെ തൻ്റെ സിസ്റ്ററും കാമുകനും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ചു നേരം അവരെ നോക്കിയിരുന്നതിനു ശേഷം അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കരടിയുടെ കോസ്റ്റ്യൂം എല്ലാം ധരിച്ച് അവരെ പേടിപ്പിച്ചുകൊണ്ട് അവരുടെ മേത്തേക്ക് ചാടി വീഴുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന അവൻ്റെ സിസ്റ്റർ അവന് അവിടെ വെച്ച് രണ്ടെണ്ണം പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോകുന്നു. തല്ലെല്ലാം കിട്ടിയതിനു ശേഷം അവൻ തിരിച്ച് തൻ്റെ ട്രീ ഹൗസിൽ കയറി അവിടെ തൻ്റെ അമ്മയുടെ ഫോട്ടോ എല്ലാം നോക്കി ഇരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് ഹാലമിൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 2 വർഷമായി എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ട്രീ ഹൗസിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഹാലം തൻ്റെ അമ്മ മരിക്കാൻ കാരണമായ നദിയെല്ലാം ചെന്ന് നോക്കുന്നു. അവിടെ കച്ചിത് തൻ്റെ അച്ഛൻ്റെയും സ്റ്റെപ്പ് മദറിൻ്റെയും ഒപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ചെന്നിരിക്കുന്ന ഹാലമിനെയും അനിയത്തിയെയുമാണ് കാണിക്കുന്നത്. ഹാലമിന് തൻ്റെ സ്റ്റെപ്പ് മദറിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് തന്നെ അവനോട് പറഞ്ഞാലും അവൻ അപ്പോൾ തന്നെ അതിന് ചുട്ട മറുപടിയെല്ലാം കൊടുക്കാറുണ്ട്. ഡിന്നർ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഹാലൻ തൻ്റെ സ്ഥിരം ഹോബിയായ ഓരോ വീടുകളിലും എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി വീട്ടിലെ ജനാലയിലൂടെയെല്ലാം എത്തി നോക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ഹാലനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്ന അവൻ്റെ സ്റ്റെപ്പ് മദറിനെയാണ് കാണിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന സമയം അവൻ്റെ അച്ഛൻ അവനോട് അവൻ്റെ ചേച്ചി പഠിക്കാൻ പോയതുപോലെ അവനോടും പുറത്തെല്ലാം പോയി പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അവന് കോളേജിലൊന്നും പോകണ്ട എന്നും വീട്ടിലിരുന്നാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവിടെ കച്ചത് തൻ്റെ ബോൺ ഗാരേജിന് പെയിന്റ് അടിക്കുന്ന ഹാലനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവൻ്റെ കാലിൽ ഒരു കയറെല്ലാം തട്ടിയത് കണ്ട് അവൻ ആ കയറ് വലിച്ച് കരയ്ക്ക് കയറ്റാൻ വേണ്ടി തുടങ്ങുന്നു. കരയ്ക്ക് കയറ്റിയ ശേഷമാണ് അവന് ആ കയറിൻ്റെ അറ്റത്ത് ഒരു ബോട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ബോട്ട് കണ്ട ഹാലൻ ഇത് തൻ്റെ അമ്മയുടെ ബോട്ടാണ് എന്നെല്ലാം പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നു. ഹാലൻ തൻ്റെ അമ്മ മരിക്കാൻ കാരണമായ ബോട്ട് കണ്ടുകിട്ടിയ കാര്യമെല്ലാം അച്ഛനോട് ചെന്ന് പറയുന്നു. ഹാലൻ തൻ്റെ അച്ഛനോട് അമ്മ മരിക്കുന്നതിന് മുമ്പായി അയാൾക്ക് അയാളുടെ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഭാര്യയുമായ വിൻസിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഹാലൻ്റെ അച്ഛൻ അവനെ വഴക്കെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഹാലൻ അന്ന് രാത്രി അച്ഛൻ്റെ ഓഫീസ് റൂമിലെല്ലാം കയറി അമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. അതിൽ നിന്നും അവന് ഓവറായി സ്ലീപ്പിംഗ് പിൽസ് എല്ലാം കൊടുത്തതായിട്ട് ഒരു റെക്കോർഡെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ തനിക്ക് കിട്ടിയ ബോട്ട് പരിശോധിച്ച് നോക്കുന്ന ഹാലമിനെയാണ് കാണിക്കുന്നത്. ഹാലമിന് ഈ ബോട്ടിൽ ആരോ ഒരു ദ്വാരമെല്ലാം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് മുങ്ങിയത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടെ കച്ചത് ട്രീ ഹൗസിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹാലമിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന വിൻസിയെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ അവനോട് ആ നാട്ടിൽ നിന്നെല്ലാം പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഹാലൻ തൻ്റെ അമ്മയെ കൊന്നത് നീയാണോ എന്ന് വീണ്ടും വീണ്ടും അവളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എത്ര ചോദിച്ചിട്ടും അവൾ മറുപടിയൊന്നും കൊടുക്കാത്തത് കണ്ട് ദേഷ്യം വന്ന ഹാലൻ നേരെ അവളുടെ കഴുത്തിനെല്ലാം കയറി പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ വിൻസി ആവട്ടെ ആ സമയം കൊണ്ട് അവനെ സെഡ്യൂസ് ചെയ്ത് അവനുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. റൊമാൻസ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അവൾ അവനോട് വേറെ നാട്ടിലേക്ക് പോയില്ലെങ്കിൽ ഈ കാര്യമെല്ലാം അച്ഛനോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നു. ഹാലം വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവിടെ നിന്നും നേരെ ലോസ് ആഞ്ചലസിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ശേഷം ഹാലൻ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം ആസ്വദിച്ചും രാത്രി ഓരോ ബിൽഡിങ്ങിൻ്റെ എല്ലാം റൂഫ് ടോപ്പിൽ ചെന്ന് കിടന്നുറങ്ങിയും ദിവസങ്ങളെല്ലാം കഴിച്ചു കൂട്ടുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ഹാലൻ താഴെ ഫുട്പാത്തിലൂടെ തൻ്റെ അമ്മയുടെ മുഖസാദൃശ്യമുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് കാണാനിടയാവുന്നു. അവരെ കണ്ട ഉടൻ തന്നെ ഹാലൻ ആ ബിൽഡിങ്ങിൽ നിന്നുമെല്ലാം ചാടി ഇറങ്ങിക്കൊണ്ട് അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ പോകാൻ വേണ്ടി തുടങ്ങുന്നു. കുറച്ചു ദൂരം പോയതിനു ശേഷം അവർ ഒരു ഓഫീസിലേക്ക് കയറി പോകുന്നത് കണ്ട് നായകനും അവരുടെ പിന്നാലെ അവിടേക്ക് കയറി ചെല്ലുന്നു. കുറച്ചു നേരം ഓഫീസിൽ പരിധി നടന്നതിനു ശേഷം അവസാനം അവൻ നായികയുടെ ക്യാബിന് മുമ്പിൽ ചെന്ന് പെടുന്നു. എന്നാൽ കുറെ നേരമായി അവിടെ തന്നെ നിൽക്കുന്ന ഹാലനെ നോട്ടീസ് ചെയ്ത നായിക അവനെ ക്യാബിന് അകത്തേക്ക് വിളിക്കുന്നു. ഹാലൻ അവളോട് ഇവിടെ എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. നമ്മുടെ നായികയുടെ പേരാണ് കേറ്റ്. അവൾ നായകനോട് അവിടുത്തെ ക്യാൻറ്റീനിൽ ഒരു വെയിറ്ററിന്റെ വേക്കൻസി ഉണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട നായകൻ തനിക്ക് സാലറി ഒന്നും പ്രശ്നമല്ലെന്നും ഈ ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുമെല്ലാം കേറ്റിനോട് പറയുന്നു. നായകന്റെ ഈ സംസാരമെല്ലാം കേട്ട കേറ്റിന് അവനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൾ നായകന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവിടെ കച്ചിത് തന്റെ കോവർക്കറായ റൈമണ്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹാലമിനെയാണ് കാണിക്കുന്നത്. ജോലിക്കിടയിൽ നായികയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹാലമിനോട് റൈമണ്ട് ജോലിയെല്ലാം മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്നും പിരിച്ചുവിടും എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചിത് ജോലിയെല്ലാം കഴിഞ്ഞ് ഓഫീസിന്റെ പുറത്ത് നായികയും കാത്തിരിക്കുന്ന ഹാലമിനെയാണ് കാണിക്കുന്നത്. ആ സമയം നായിക ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത് കണ്ട് നായകനും വീട് എവിടെയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അവളെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായിക വീട്ടിലില്ലാത്ത സമയം നോക്കി ഹാലം ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവൻ ആ മുറിയിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളെല്ലാം എടുത്ത്
പരിശോധിച്ച് നോക്കാൻ വേണ്ടിയെല്ലാം തുടങ്ങുന്നു. അതിൽ നിന്നും അവന് നായികയുടെ ഭർത്താവ് മരിച്ചുപോയതാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. റൂമിലുണ്ടായിരുന്ന ജനാലയിലൂടെ കാഴ്ചയെല്ലാം ആസ്വദിക്കുന്ന സമയം അവൻ ഓഫീസിന്റെ മുകളിലുള്ള ക്ലോക്ക് ടവറിൽ നിന്നും ഈ വിൻഡോയിലേക്ക് ഒരു ഡയറക്റ്റ് വ്യൂ ഉണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാക്കുന്നു. എന്നാൽ ആ സമയം കേറ്റ് വീട്ടിലേക്ക് വരുന്നത് കണ്ട നായകൻ ആ ജനാലയിലൂടെ പുറത്തേക്ക് ചാടി റൂഫ് ടോപ്പിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു. കേറ്റ് തന്നെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം നായകൻ അവിടെ നിന്നും ഇറങ്ങിക്കൊണ്ട് ജനാലയിലൂടെ കേറ്റ് വീടിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം ഒളിഞ്ഞു നോക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ ഓഫീസ് ടൈമിൽ റെയ്മണ്ടിനോട് ഒരു ബ്രേക്ക് എല്ലാം ചോദിച്ചുകൊണ്ട് ഹാലം നേരെ റൂഫ് ടോപ്പിലെ ആ ക്ലോക്ക് റൂമിലേക്കുള്ള ഡോറെല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനു ശേഷം അവൻ ആ ഡോറെല്ലാം ഒരുവിധം ഓപ്പൺ ചെയ്തെടുക്കുന്നു. അവൻ ആ ക്ലോക്ക് ടവറിൽ തന്നെ സ്ഥിരമായി താമസിക്കാൻ വേണ്ടിയെല്ലാം തീരുമാനിക്കുന്നു. എന്നാൽ അവിടെ നിന്നും താഴേക്ക് വരുന്നതിനിടയിൽ നായകനെ അവിടുത്തെ ഒരു സീനിയർ മാനേജർ ആയിട്ടുള്ള വിൻസെന്റ് കയ്യോടെ പിടികൂടുന്നു. അയാൾ അവനോട് വെയിറ്ററിന്റെ ജോലി താഴെയാണെന്നും മുകളിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ താഴേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ കച്ചത് രാത്രിയിൽ ആ ക്ലോക്ക് റൂമിലിരുന്ന് ബൈനോക്കുലർ യൂസ് ചെയ്ത് നായികയുടെ റൂമെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ചു നേരം ഒബ്സർവ് ചെയ്തതിനു ശേഷം ആരോ അവളുടെ മുറിയിലേക്ക് കയറി വരുന്നതായിട്ട് നായകന് തോന്നുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന നായകൻ അതാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നേരെ നായികയുടെ അപ്പാർട്ട്മെന്റിന്റെ റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. അതാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പാർട്ട്മെന്റിന്റെ വിൻഡോയിലൂടെ എത്തി നോക്കിയ നായകൻ തന്നെ രാവിലെ വഴക്ക് പറഞ്ഞ വിക്ടറിനോടൊപ്പം റൊമാൻസ് ചെയ്യുന്ന നായികയെ കണ്ട് മൊത്തത്തിൽ ഷോക്കാവുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ആ നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ അമ്മയെ കൊന്നത് തന്റെ രണ്ടാനമ്മയാണ് എന്ന കാര്യമെല്ലാം പോലീസുകാരോട് പറയുന്നു. ഇത് കേട്ട പോലീസുകാരൻ ആദ്യമൊന്നും കേസെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ലെങ്കിലും നായകൻ തന്റെ രണ്ടാനമ്മ ഈ കാര്യമെല്ലാം തന്നോട് കഴിഞ്ഞ ആഴ്ച ഏറ്റു പറഞ്ഞു എന്നെല്ലാം ആ പോലീസുകാരോട് പറയുന്നു. അവിടെ കച്ചിത് ഓഫീസ് ടൈമിൽ ആ ക്ലോക്ക് റൂമിലേക്ക് പോകുന്ന നായകനെ കണ്ട് അയാളെ ഫോളോ ചെയ്തു പോകുന്ന വിക്ടറിനെയാണ് കാണിക്കുന്നത്. നായകൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാക്കിയ വിക്ടർ ആ റൂമെല്ലാം വിശദമായി പരിശോധിച്ച് നോക്കുന്നു. അതിൽ നിന്നും അയാൾക്ക് ഒരു ബൈനോക്കുലർ നായികയുടെ വിൻഡോയിലേക്ക് എയിം ചെയ്തുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്ന കാര്യമെല്ലാം നോട്ടീസ് ചെയ്യുന്നു. നായകൻ അയാളോട് തലേന്ന് രാത്രി വിക്ടറിനെ നായികയുടെ റൂമിൽ കണ്ട കാര്യമെന്നും ആരോടും പറയില്ല എന്നെല്ലാം അയാൾക്ക് ഉറപ്പെല്ലാം കൊടുക്കുന്നു. എന്നാൽ വിക്ടർ നിന്റെ ഉറപ്പൊന്നും എനിക്ക് വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നായകനെ അവിടെ നിന്നും പുറത്താക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ കിച്ചണിൽ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാലമിനെയാണ് കാണിക്കുന്നത്. ആ സമയം റെയ്മണ്ട് ഹാലമിനോട് കേറ്റ് അവനെ കോൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട ഹാലം വേഗം തന്നെ കേറ്റിനെ കാണാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. കേറ്റ് ഹാലമിനോട് അവന് വെയിറ്ററുടെ ജോലിയിൽ നിന്നും അവിടുത്തെ ഹോട്ടലിലെ ഒരു പോർട്ടറുടെ ജോലിയിലേക്ക് പ്രമോഷൻ കിട്ടി എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട ഹാലമിന് വളരെയധികം സന്തോഷമാവുന്നു. അവിടെ വെച്ച് അവന് സ്റ്റുവർട്ട് എന്ന പുതിയൊരു സുഹൃത്തിനെ എല്ലാം ലഭിക്കുന്നു. അവിടെ കച്ചിത് രാത്രി കേറ്റിന്റെ വീടിന്റെ റൂഫ് ടോപ്പിലിരുന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹാലമിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം കേറ്റിന്റെ റൂമിലേക്ക് വിക്ടർ കടന്നു വരുന്നു. വിക്ടർ കേറ്റുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യുന്നത് കണ്ട് നായകന് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ നായകന് ബർത്ത്ഡേ വിഷ് എല്ലാം ചെയ്യുന്ന കേറ്റിനെയും സ്റ്റുവർട്ടിനെയുമാണ് കാണിക്കുന്നത്. കേറ്റ് അവരോട് നായകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന് ഈവനിങ്ങിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാം എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചത് ഈവനിങ്ങിൽ ബാറിൽ വെച്ച് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം കേറ്റ് അവരുടെ അടുത്ത് വളരെയധികം സംസാരിക്കുന്നത് കണ്ട് നായകന് അവളോടുള്ള ഇഷ്ടം വീണ്ടും കൂടുന്നു. നായകൻ മദ്യപിച്ച് അവശയായ കേറ്റിനെ അവളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സമയം വളരെയധികം ലേറ്റ് ആയത് കണ്ട് കേറ്റ് അവനോട് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കച്ചത് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത സന്തോഷത്തിൽ പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ വെച്ച് കേറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം കേറ്റ് അവനോട് തലേന്ന് രാത്രി അവനോട് ക്ലോസ് ആയി പെരുമാറിയത് മദ്യപിച്ചിട്ടുള്ള ഹാങ് ഓവറിന്റെ പേരിലാണെന്നും അത് ഒട്ടും തന്നെ മനസ്സിൽ വെക്കരുത് എന്നുമെല്ലാം അവനോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് നായകന് വളരെയധികം വിഷമമാകുന്നു. നായകൻ ഒന്നും തന്നെ മിണ്ടാതെ ക്യാബിനിൽ നിന്നും ഇറങ്ങി നേരെ തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ജോലിക്കിടയിൽ വെച്ച് സ്റ്റുവർട്ട് നായകനോട് 405 ക്ലയന്റിനെ നിന്നെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആ റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. റൂമിനകത്ത് കയറി അവൻ അവിടെ കേറ്റിനെ കണ്ട് മൊത്തത്തിൽ ഷോക്കാവുന്നു. കേറ്റ് അവനോട് നേരത്തെ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനുമൊത്ത് അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കച്ചത് കേറ്റിന്റെ വീട്ടിൽ വെച്ച് കേറ്റുമായി വഴക്കെല്ലാം ഉണ്ടാക്കുന്ന വിക്ടറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ വഴക്കിനൊടുവിൽ വിക്ടർ കേറ്റിനെ തല്ലാൻ വേണ്ടി വരുന്നത് കണ്ട് ഇതെല്ലാം ജനാലയിലൂടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഹാലം അതിലൂടെ ചാടി അകത്തേക്ക് വന്നുകൊണ്ട് വിക്ടറിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ നിൽക്കുന്ന കേറ്റിനോട് വിക്ടർ ഹാലം അവളുടെ പ്രൈവറ്റ് ലൈഫ് എല്ലാം ഒബ്സർവ് ചെയ്യാറുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന കേറ്റ്
ഹാലനോട് അവിടെ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് അവൻ കേസെല്ലാം കൊടുത്തതിന്റെ പേരിൽ അവനെ ഹോട്ടലിൽ വന്ന് മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന അവന്റെ അച്ഛനെയും അമ്മയെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം കേറ്റ് ഹാലന്റെ ഫ്രണ്ടാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. ഹാലന്റെ രണ്ടാനമ്മ അവളോട് അവർക്ക് കുറച്ച് കുടുംബകാര്യമെല്ലാം സംസാരിക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളോട് കുറച്ചു നേരം പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. ഹാലന്റെ അച്ഛൻ അവനോട് അവൻ സ്റ്റെപ്പ് മദറിന്റെ പേരിൽ കൊടുത്ത കേസെല്ലാം പിൻവലിക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ ഹാലൻ അവൻ വിൻസിക്കെതിരെ കൊടുത്ത കേസിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അവന്റെ അച്ഛൻ ആ റൂമിൽ നിന്നും പോയ ഉടൻ തന്നെ വിൻസി നായകനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവന്റെ അമ്മയെ പറ്റി മോശമായിട്ടെല്ലാം സംസാരിക്കുന്നു. ഇത് കേട്ട് നായകന് വളരെയധികം ദേഷ്യം വരുന്നു. അവരെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം അവൻ കേറ്റിനോട് അവളെ കാണാൻ അവന്റെ അമ്മയെ പോലെയുണ്ടെന്നും അതുകൊണ്ടാണ് അവൻ അവളെ ഫോളോ ചെയ്ത് വന്നിരുന്നത് എന്ന കാര്യമെല്ലാം തുറന്നു പറയുന്നു. അവിടെ കച്ചിത് തന്റെ പഴയ കരടിയുടെ കോസ്റ്റ്യൂം എല്ലാം ഇട്ട് തന്റെ പഴയ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. അവൻ വിൻസിയെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി തന്റെ അമ്മ മരിക്കാൻ കാരണമായ പുഴയിലെല്ലാം പോയി ഇടുന്നു. എന്നാൽ അവന്റെ മനസ്സിന് ഒട്ടും തന്നെ ധൈര്യമില്ലാത്തത് കൊണ്ട് അവൻ വിൻസി മരിക്കുന്നതിന് മുമ്പായി അവളെ കരയിലേക്ക് പിടിച്ചു കയറ്റുന്നു. ഇതെല്ലാം കണ്ട് അവിടേക്ക് വന്ന അവന്റെ അച്ഛൻ അവന്റെ അമ്മ മരിക്കാൻ കാരണം താനായിരുന്നു എന്ന സത്യമെല്ലാം തുറന്നു പറയുന്നു. താനും വിൻസിയുമായിട്ടുള്ള ബന്ധം അവന്റെ അമ്മ അറിഞ്ഞെന്നും അതുകൊണ്ടാണ് അവന്റെ അമ്മയെ ഇല്ലാതാക്കേണ്ടി വന്നത് എന്ന സത്യമെല്ലാം അവന്റെ അച്ഛൻ അവനോട് തുറന്നു പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.